ഹലോ ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാനും മോൻസും ബെൽജിയത്തിലാണ്. തട്ടിക്കൂട്ടി ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു. വീക്കെൻഡ് ഇന്നലെ ഈവനിങ് ഞങ്ങൾ ബെൽജിയത്തിലെത്തി. ഹോട്ടലിൽ ബുക്ക് ചെയ്തു. ഇന്നലെ ഈവനിങ് നമ്മുടെ സ്ഥലത്തുനിന്ന് ഇറങ്ങി. ഞാനും മോൻസും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഒരു വീക്കെൻഡ് സ്റ്റേക്കേഷനാണോ എന്ന് പറയണേ? ഒരു ദിവസത്തെ നമ്മൾ സ്റ്റേക്കേഷൻ അല്ലേ പറയണേ? അറിഞ്ഞൂടെ കേട്ടോ. ഇന്നലെ ഞങ്ങൾ വന്നു, ഞങ്ങൾ റൂം എടുത്തു. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ബ്രൂഗസിലേക്കാണ് പോകുന്നത്. ബ്രൂഗസിലേക്ക് പോകുന്ന കുറേ കാണാനുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. പൈസ കൊടുക്കണ്ടേ മനസ്സേ? പിന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ തണുപ്പ് കുറവാണ് നമ്മുടെ അവിടത്തേക്കാട്ടിലും അല്ലേ? ഒരു 7 ഡിഗ്രി ഇപ്പോൾ കൊള്ളാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പം റൂം വെക്കേറ്റ് ചെയ്യും. കാരണം നമ്മൾ ഒരു ദിവസമേ ഉള്ളൂ സ്റ്റേ. ഇന്നലെ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തു. നമ്മളിപ്പോൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ബ്രൂഗസിലേക്ക് പോവാണ്. നമുക്കിനി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു ബഫറ്റ് ഉണ്ട്. അപ്പോൾ അതിന് അത് കഴിക്കാം. റോഡ് ട്രിപ്പ് കേട്ടോ. കാറിൽ നമ്മൾ ജർമ്മനി, നെതർലാൻഡ്സ്, ബെൽജിയം 3 കൺട്രി നമ്മൾ ട്രാവൽ ചെയ്ത് വന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മോൻസിന്. അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മോൻസിന് വണ്ടി ഓടിക്കാൻ അറിയായിരുന്നു. മോൻസ് ഫുൾ തെറ്റിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടെൽന ചോയ്, നമ്മുടെ വ്യൂവേഴ്സ്. നമ്മുടെ ഫുഡ് കഴിക്കാൻ പോവാ. ഇതൊരു ബഫറ്റാട്ടോ. നമുക്ക് പൈസ 24 euro ആയി. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫുഡ് എടുക്കാം. ഉണങ്ങിയ പൊരി മതിയോ? സ്ട്രീറ്റിൽ കൂടെ നമ്മള് ബ്രൂഗസിലൊരു കനാല് കാണാൻ നടക്കുക. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാ. കുറേ പേരുണ്ട് നമ്മുടെ കൂടെ നടക്കാനായിട്ട്. പക്ഷെ സ്ട്രീറ്റ് നൈസായിട്ടോ കാണാൻ. ബിൽഡിങ്സ് ഒക്കെ രണ്ട് സൈഡിലും ഫുള്ള് ബിൽഡിങ്സ്. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ്. കൊള്ളാം. നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളാണെങ്കിൽ കനാല് കാണാൻ പറഞ്ഞല്ലോ. കനാലിൽ പോയിട്ട് നമ്മള് ബോട്ടിങ്ങിന് പോവോ? കനാലിൽ പോയിട്ട് ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നോക്കാം. ബോട്ടിംഗ് അല്ല, അതൊരു വെള്ളത്തേല് തൊഴഞ്ഞു നടക്കൂടെ തൊഴിഞ്ഞു പോയിട്ട് ഒരു ബ്രിഡ്ജിന്റെ മണ്ടയിൽ കൂടെ നമ്മുടെ പുള്ളിക്കാരൻ കടന്നു പോകുമോ? പുള്ളിക്കാരൻ പാലത്തിന് മണ്ടയിൽ കൂടെ ചാടി കയറി നമ്മുടെ ബോട്ട് അടി കൂടെ വന്ന് പുള്ളി താഴെ വീണ് ചാടി ഇറങ്ങി ബോട്ടില് കയറും. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? നമ്മളത് കാണാനാ പോകുന്നത്. നമ്മളത് കാണും, വീഡിയോ എടുക്കാം. അതെ, ഇതാണ് ഫസ്റ്റ് ഫ്രണ്ട് കള്ളൻ. അത് ജോമൻ. എല്ലാരും ഉണ്ട്. മാസ്ക് വെക്കേണ്ടതായിരുന്നു. ഇതോ? അത് ഇവിടുത്തെ പുണ്യപുരാതനമായ ഒരു പള്ളിയാ. ബെൽജിയം വീടുകളല്ല നമ്മൾ കണ്ടത്. ബെൽജിയത്തില് ബിൽഡിങ്സ് ആണ്. അത് ഫുൾ ഇഷ്ടിക വെച്ചിട്ടുള്ള ബിൽഡിങ്സ്. അതെ, ഈ പറയുന്ന കനാൽ എവിടെയാന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ഗൈഡാണ് ഈ നടക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. ഇത് ഇവിടുന്ന് 5 euro കിട്ടിയ ഗൈഡാ. അവിടെ ഞങ്ങള് കൂട്ടത്തിൽ നിന്നപ്പോ ഒരാൾ വന്ന് ഞങ്ങളോട് ചോദിച്ചു ഗൈഡ് ടൂർ വേണോന്ന്. കള്ളം പറയുന്ന കാഴ്ച. അതേ കട്ടികള്.
നമ്മൾ കൊറേ നേരമായിട്ട് നടക്കും. ഇത് നമ്മുടെ കനാൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ നമ്മള് ഈ പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളും. ഗൈഡ് ഒന്നുകൂടെ പറയാം. ഇവിടെ ഒരു കനാലുണ്ട്, നമ്മൾ ആ കനാൽ ലക്ഷ്യമാക്കിയാ പോകുന്നത്. കനാൽ എങ്ങോട്ടാ പോകണ്ടേ? കനാല് ഒഴുകി സൈക്കിൾ വന്നിട്ട് ഇടിച്ചിട്ടാവും. ഇവിടുന്ന് നമ്മള് ഗൈഡ് പറയുന്ന റെസ്റ്റ് തിരിയാനാ. ഏതാ മറ്റേ ദിലീപിന്റെ സിനിമ ഉണ്ടല്ലോ, അതേ സിനിമ തീർത്തിയോ കുബേരനകത്ത് മറ്റേ ഐശ്വര്യമൊക്കെ രാവിലെ മറ്റേ ഇത് പറഞ്ഞു വരുമ്പോ തൊപ്പിയൊക്കെ വെച്ചിരിക്കൂലേ. അത് കട്ട് ചെയ്യണം. പള്ളിയുടെ മുകളില് നമ്മുടെ ജർമ്മനിയുടെ പോലെ തന്നെ കോഴിയുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇത് പോവാൻ പോകുന്നത്. പക്ഷെ അതൊന്നുകൂടെ പറയാടാ. ഇതിനകത്ത് എന്താ? ആ നമ്മള് ഫോർട്ടില് കയറി. ഫോർട്ട് ഇത് തോമസ് ഡോക്ടറും അസിസ്റ്റന്റും അത്. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ബെൽജിയം സ്വീറ്റ്സ്. ഇത് എന്തൊക്കെ സ്വീറ്റ് ആണ്? ഇത് ഓറിയോ ബിസ്ക്കറ്റ്. മാക്രോണിയോ? ഇത് നൈസ് ബാക്ക്ഗ്രൗണ്ടാ. ഈ ചോക്ലേറ്റ്സ് ആ കൂടെ നിൽക്കുന്ന ഇവിടെ ആണെങ്കിൽ ബെൽജിയത്തില് മെയിൻ ആയിട്ടും ബെൽജിയം വാഫൽസും ബെൽജിയം ചോക്ലേറ്റ്സും ആണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. എനിക്ക് വാഫിൽ മതി. പക്ഷെ നമുക്കത് ട്രൈ ചെയ്യേണ്ട സ്ഥലം ഇവിടെ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ അത് നല്ല ഭംഗിയുള്ള വാഫിൽ ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള അത് വേറെ കട കാണുമായിരിക്കും. അതിന് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കടകളുണ്ട്. എടാ ലേക്ക് താണ്ടാ. ഇതാ കനാൽ. ഇതാ കനാല് ഇവിടെയാണ്. ഇവിടുന്ന് അയാൾ കേറി ഓടി വരുന്നു. ഇതാണ് നമ്മുടെ ബ്രൂക്കസിലെ ഒരു ഫേമസ് കനാല്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഫേമസ് കനാലാണോന്ന്. കണ്ടിട്ട് നോക്കി ലുക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഫേമസ് കനാലാണ്. നല്ല നല്ല ക്യൂട്ട് കഫേ ഷോപ്സ് ഒക്കെ ഉണ്ടോ. അങ്ങോട്ട് രണ്ടു കപ്പിൾസ് ഐസ്ക്രീം കഴിക്കുന്നത്. ഇത് വെറുതെ കണ്ടില്ലേ? ഓ മൈ ഗോഡ്, ഈ പാവയ്ക്ക് 144 യൂറോ, അതായത് നമ്മുടെ നാട്ടിലെ 14,000 രൂപ. ബെൽജിയത്തിൽ വരുവാണെങ്കിൽ ഒരു നല്ലൊരു സ്പോട്ടാണ് ബ്രൂഗസ്. ബ്രൂഗസിലെ ഒരു കനാല് കാണാൻ വേണ്ടിയാണ്. അവിടെ കുറേ കനാൽസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ബോട്ടിംഗ് ഉള്ള ഇങ്ങനെ ബോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് തുഴഞ്ഞു പോകുന്ന സംഭവം എന്താ പറയാ, നമ്മള് വഞ്ചി അതിൽ കയറാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്. അത് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ, അങ്ങ് നടക്കുക. അവിടെ എത്തിയിട്ട് കാണാം. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം, ബിൽഡിംഗ് ആണെങ്കിലും സ്ട്രീറ്റ് ആണെങ്കിലും കുറെ ചോക്ലേറ്റ്സും മാക്രോൺസ് കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല പിന്നെ ഇവിടെ എന്ന് വെച്ചാല് ബെൽജിയം വാഫൽസും ചോക്ലേറ്റ്സും കേട്ടോ ഹൈലൈറ്റ്. അത് നമ്മൾ മേടിക്കണം. പക്ഷെ കണ്ടോ എവിടെ നോക്കിയാലും കനാൽസാ. അത് ഇത് ഇവിടുത്തെ അതെ ബടൻ ഷായിമോൻ. എന്താടാ പള്ളിയിൽ കുരിശുണ്ടെന്നോ? എന്ത് തേങ്ങ ചുമ്മാ പൊട്ടം കളിക്കുക. നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കുന്ന വ്യൂ. ഇതെന്തോ സംഭവം ഉണ്ട് ഇവിടെ. ഇത് മറ്റേ സാധനം കേട്ടോ. എന്നതാ മറ്റേ സാധനം? മ്യൂസിയം ബ്രൂഗെ. എടാ മോനെ ഈ ടിക്കറ്റ് എടുക്കാൻ നമ്മള് കനാലിലല്ലേ പോണേ. ഞങ്ങൾ ഇവിടെ ആന്റി നീ അങ്കിളും ഉണ്ട്. നല്ല വൈബുണ്ട്. ഒരു ആന്റിക്, ഒരു വിന്റേജ് ലുക്കും അല്ല, ഇതൊരു വേറെ ലുക്ക്. നിന്റെ ഡ്രസ്സ് ചേരും ഈ ബിൽഡിങ്ങിന്.
എന്ത് ചെയ്യാനാണ് കുറെ നേരമായി. നമ്മൾ ബോട്ട് എക്സ്ക്രൂസീസ് എന്തോ ഞാൻ വൃത്തിയോട് പറഞ്ഞ പോലെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാ. പിന്നെ ബാ ബോട്ടിന് ഒരാൾക്ക് 15 യൂറോ. നമ്മൾ വെയിറ്റ് ചെയ്യണം. 20 പേരുണ്ടെങ്കിൽ ബോട്ട് എടുക്കൂ. പിന്നെന്തോ പൊളിച്ചിയേ കണ്ടോ, ഇതിനാ തടി കൂടുതലുള്ള ആണ്. അപ്പൊ മറ്റേ പെണ്ണ് അതെ അങ്ങനെയാ. പക്ഷികളില് ബോയ്സിനെ കാണാനാ ദേ അത് ഒളിഞ്ഞു നോക്കുന്നത്. അവർക്ക് മനസ്സിലാവത്തില്ലടാ ആണേതാ പെണ്ണേതാന്ന്. ഈ കള്ള നീ പറഞ്ഞു അത് പെണ്ണായിരുന്നു അപ്പം തോന്നുന്നു. അവനെ കണ്ട് എനിക്ക് തോന്നായിരിക്കും. പിന്നെ പറക്കുമോ നോക്കാം. സൈഡിൽ ഇരിക്കാം. ഞാൻ ഓർത്തു നടുക്ക് എങ്ങനെ ഇരിക്കുന്നേന്ന്. നമ്മള് ബോട്ടിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. എത്ര പേരുണ്ട് നമ്മള്? 3 പേര്. ഞാനും ഡെൽനാപ്പിയും മോയസും. ഹായ്. ഇതില് കപ്പിത്താൻ ചാടി കിടക്കത്തില്ല. നമ്മള് ഇത് ചുമ്മാ ഗൈഡിന്റെ കഥയും കേട്ടിരിക്കേണ്ടി വരും. നമ്മൾ 20 പീപ്പിൾസ് ആവാണെങ്കിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോ പോകാൻ പോണത് ബോട്ടിങ്ങിനാണ്. പക്ഷെ നമ്മള് വഞ്ചിയുള്ള ബോട്ടിംഗ് അല്ല കേട്ടോ, സാധാ. നമ്മൾ അത് വിചാരിച്ചു, പക്ഷെ അത് സ്ഥലച്ചിരി ജസ്റ്റ് മാറിപ്പോയി നമ്മള്. പക്ഷെ ഈ ബോട്ടിങ് അടിപൊളിയാണ്. കനാല് ഫുള്ളായിട്ട് കാട്ടും. 30 മിനിറ്റ്സ് ഉണ്ട്. അതെ, നമ്മള് ഈ ബോട്ടിനാണ് പോകുന്നത്. ആ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയിപ്പോ. ചേട്ടനോടി ആയിരിക്കും. സൂക്ഷിച്ച് കേറുക. നടുക്കാണോ? ഞാൻ മോൻസിന്റെ കൂടെ പോവും. ഡെൽനാപ്പി എന്റെ കൂടെ വരുമോ? കുലുങ്ങുവേ, പിടിക്കണേ. എനിക്ക് രണ്ടും കൂടി പറ്റുന്നില്ല. അങ്ങനെ ഞാൻ റൈറ്റ് ലെഗ് വെച്ച് കയറിയേക്കുന്നു ഗൈസ് ബോട്ടിൽ. Local beer Straffenbergs in the Bruxezotte. You can visit and taste the inside. Before we have in Bruges 38 breweries. Today are 2 left there. You'll be see there on the right the Aujourd'hui, c'est un muséum avec la peinture de 11 Memmeling, peintre allemand, 16th century, 16e siècle, and the 15th century, 15e siècle, with the stalactites avec les stalactites. À droite, sur la porte bleue, c'est la fenêtre plus petite en ville, but now is the small window in the town upstairs. À gauche, on va voir le tour Belfroid, le tour d'alarme du 14e siècle, 83 mètres qui raconte. À gauche et à droite, on va voir les façades X. പ്രായം ഉണ്ടല്ലോ. ബോട്ടിങ് നല്ല ബോട്ടിംഗ് ആയിരുന്നു. 30 മിനിറ്റ്സ് വർത്ത് ആണ്. അതെ, 30 മിനിറ്റ്സ് ശരിക്കും വർത്ത് ആണ്. ശരിക്കും ബ്രൂഗസുള്ള എല്ലാ സെറ്റ് നമ്മൾ മെയിൻ കാണേണ്ട എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു ഒറ്റ 30 മിനിറ്റ്സ് നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു. നല്ല തണുത്ത ഇളം കാറ്റില് മുടിയൊക്കെ ഇങ്ങനെ പറന്ന്
ഓക്കെ. ആ ഞങ്ങൾ കാണാൻ വന്നായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ ടൂറിസ്റ്റുകാരാ. ബിൽഡിങ്സ് ഒക്കെ കാണാൻ ശരിക്കും പൊളിയാട്ടോ. പക്ഷെ ആ സൈഡിലോട്ട് നൈറ്റ് കാണണം. നൈറ്റ് ആണ് ആ സൈഡിലുള്ള ബിൽഡിങ്സ് കാണാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഇപ്പൊ ആർക്കിടെക്ചർ ഒക്കെ ശരിക്കും അടിപൊളിയായിരുന്നു. അതെ അതെ. പക്ഷെ കണ്ണാടി ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയില്ല. നമ്മള് കുറച്ച് ഇതൊന്ന് ഊരി നോക്കി അടിപൊളിയാ കാണാൻ. നല്ല സീന്. എന്റെ പൊന്നെ, ഇതൊക്കെ എന്തെങ്കിലും മേടിക്കണം കേട്ടോ. നമുക്ക് അവർക്ക് എന്തെങ്കിലും മേടിച്ചെടുക്കണം. ഇതാ നമ്മുടെ റോബർട്ട് പറഞ്ഞത്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഷോപ്പിൽ ഏത് ചോക്ലേറ്റ്സ് വേണേലും മേടിക്കാം. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഏത് ചോക്ലേറ്റ്സ് വേണേലും മേടിക്കാം. ഞാൻ എടുത്ത് കൊള്ളായിരുന്നു. ആ ഡാർക്ക് ചോക്ലേറ്റിന് ഓൾറെഡി ഒരു കയ്പുണ്ട്. അത് ഒറിജിനൽ ചോക്ലേറ്റ് ആയതുകൊണ്ടല്ലേ. ഇവിടെ ചോക്ലേറ്റ്സ് നല്ലതെന്ന് പറഞ്ഞാൽ എങ്ങനെ മേടിക്കും? എന്തൊരു പൈസയാ? ഇത് കണ്ടിട്ട് പോവാം. ഒരു ചോക്ലേറ്റിന്റെ കൂമ്പാരം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നമ്മുടെ ഗൂഗിളിൽ നോക്കിയപ്പോ അങ്ങനെയാ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പോവാ എന്നാ കവർ എടുക്ക. നമുക്ക് വേണ്ട ചോക്ലേറ്റ് അവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു പാക്കറ്റ് പോലെ ആക്കാം. അത് ടെസ്റ്റ് ചെയ്യാൻ തരില്ല. ഇവിടുത്തെ എല്ലാ കടകളിലും പോയി ഫ്രീ ആയിട്ട് സാധനം എടുത്ത് തിന്നാണ്. വേണോ വേണോ അതിന്റെ എനിക്കൊരു ടേസ്റ്റ് ചെയ്യാൻ തരുമോ? With strawberries. Yeah. Cut a bit. നമ്മള് ബെൽജിയത്തിലെ ഫേമസ് ആയ ബെൽജിയം വാഫിലാണ് മേടിച്ചത്. സ്ട്രോബെറിയും ചോക്ലേറ്റ് അടിപൊളിയാ. എനിക്ക് സ്ട്രോബെറി മതി ആദ്യം. നല്ല ചോക്ലേറ്റ് ഒന്നും പറയാനില്ല. നല്ലതാ. ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ്. ഇത് ന്യൂട്രലി അല്ല ശരിക്കും ബെൽജിയൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ഒഴിച്ചതാ ഈ വാഫിളിന്റെ മണ്ടയിൽ. അത് ഈ സ്ട്രോബെറിയിൽ മുക്കി കഴിക്കുമ്പം എന്റെ പൊന്നു ആ ഒരു രുചി കഴിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. സൂപ്പർ വ്യൂ. ഒരു ലാസ്റ്റ് ഇടി. ഓക്കെ. ഈ വാഫിലും ഈ ചോക്ലേറ്റും ഈ ബിൽഡിങ്ങും എന്താ ഭംഗി അല്ലേ? ഇത് കുറച്ച് ആർട്ടിഫിഷ്യൽ എനിക്കറിയാം. പക്ഷെ രസമുണ്ട്. അത്രയൊന്നും നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററത്തിലാണ് നിൽക്കുന്നത്. ഇത് നമ്മളെ യേശുവിൻ്റെ ഹോളി ബ്ലഡ് കാണാൻ വേണ്ടി ചർച്ചിൽ കയറാൻ പോവാം. അവിടെയാണ് നമ്മുടെ ചർച്ച് അല്ലേ? നമ്മൾ ചർച്ചിൽ കയറി അവിടെ ആണെങ്കിൽ യേശുവിൻ്റെ ബ്ലഡ് പറ്റിയ ഒരു കോട്ടൺ തുണി അല്ലേ, ഒരു ചെറിയൊരു തുണി അവിടെ തിരുശേഷിപ്പ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളത് കാണാൻ പോവാം. വരെയൊക്കെ കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ മാതാവിൻ്റെ സുന്ദരിയാ അല്ലേ? നമുക്ക് ഈ മാതാവ് നണ്ണിലെ അമ്മച്ചിനെ പോലെ ഉണ്ട്. ഈ മാതാവ് കറക്റ്റ് കോഞ്ചറിങ് പോടാ. ഓരോ രാജ്യത്ത് വരുമ്പോഴും ഓരോ പള്ളിക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ നല്ല തങ്കം പോലത്തെ മാതാവിനെ ഇവിടെ പിശാചിനെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്.
നമ്മളിപ്പോ ആണെങ്കിൽ യേശുവിന്റെ ബ്ലഡ് പറ്റിയ ഒരു തിരുശേഷിപ്പ് കാണാൻ പറ്റുന്ന ഒരു പള്ളിയിലാണ് ഇപ്പൊ വന്നത്. പള്ളിയുടെ പേരെന്താ ഇങ്ങനെ വായിക്കാറുണ്ട് വായിച്ചേ, എന്തായാലും ഈ പള്ളി കേട്ടോ. ഇവിടെ വെച്ചാല് നമ്മുടെ യേശുവിന്റെ ബ്ലഡ് പറ്റിയ ഒരു തുണി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. തിരുശേഷിപ്പ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങള് ജസ്റ്റ് കണ്ടു, പ്രാർത്ഥിച്ചു, നമ്മളിവിടുന്ന് ഇറങ്ങും. ഇന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു. നമ്മളിനി ബ്രുസൽസ് കാണാൻ പോവാ. എല്ലാം സെയിം സ്ഥലപ്പേരും അല്ലേ. ബ്രുഗസ് ആണ് ഇപ്പോൾ കണ്ടു. ബ്രുസൽസിലേക്ക് പോവാ. ഇവിടെ നമ്മൾ ബോട്ടിങ് ചെയ്തു, നമ്മൾ ദൈവത്തിൻ്റെ ശിശേഷിപ്പ് കണ്ടു, അല്ല ബ്ലഡിൻ്റെ അത് കണ്ടു. പിന്നെ നല്ല സിറ്റി ആയിരുന്നു, എനിക്കിഷ്ടമായി. കുറച്ച് ഒരു വൺ ഡേ എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ സാധനവും ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ ബ്രുസൽസിലേക്ക് പോവാം. ഇനി അവിടെ ചെന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുവാണ്. ഇപ്പം ബ്രൂസൽസ് എത്തി. അതാണ് നമ്മുടെ ബെൽജിയത്തിലെ ക്യാപിറ്റലാണ്. അവിടെ നമ്മളെത്തി. പക്ഷേ ഇല്ല, നല്ല അടിപൊളി വലിയൊരു സിറ്റി. നമുക്ക് ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കത്തീഡ്രലും പിന്നെ എന്തോ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെയാ മെയിനായിട്ടും. ഈ സിറ്റി തന്നെയാണ്. ഈ സിറ്റി കാണുന്നത് നല്ല നൈസാട്ടോ. ഒരു വൈബുണ്ട് സിറ്റി കാണാൻ വേണ്ടി. എന്തോ ഭയങ്കര ആൾക്കാരാണ്. യൂറോപ്യൻ യൂണിയന്റെ കോൺഫറൻസ് നടക്കുന്നു. സ്പേസ് കോൺഫറൻസ്. അവിടെ എഴുതിയിട്ടുണ്ട്. ആപ്പിള്. ഇത് നമ്മുടെ മൈസൂർ പാലസ്. ഇത് നമ്മുടെ ഷായി പറയുന്നു ഇതൊരു പസിലാണെന്ന്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കാവോ. റിലാക്സേഷൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ മൊത്തം ആൾക്കാരാ. ചിലപ്പോൾ ഇതിൽ കയറിയാൽ ഇങ്ങോട്ട് താഴേക്കുള്ള എല്ലാം കാണാം. അത് കൊള്ളാം. ഇവിടെ ഫുൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാ ഇതൊക്കെ എന്തോ അർത്ഥവൃത്തമായ കാര്യങ്ങളുള്ള സംഭവങ്ങളാ. അപ്പം അതൊന്നും പറഞ്ഞാൽ എനിക്ക് അറിയില്ലല്ലോ. നമ്മളങ്ങനെ ആധികരമായി ചിന്തിക്കാൻ പാടില്ല. ഇത് പോവോ മുൻസേ? ചെയ്യാൻ പറ്റയോ? അതെ, അറിയില്ല. പെട്ടെന്ന് ഞാൻ ലൂണ സൈഡാന്ന് ഓർത്തു. ആരും കേട്ടില്ല. നമ്മൾ ബ്രൂസൽസിൽ നിന്ന് ഇപ്പൊ തിരിച്ച് ജർമ്മനിയിലേക്ക് പോവാ. ജർമ്മനിയിൽ നമ്മൾ ഇന്ത്യൻ ഫുഡ് എന്ത് കഴിക്കാനാ പോകുന്നത്? ചോറും പരിപ്പ് കറി. നമ്മള് അങ്ങനെ ബെൽജിയത്തിൽ നിന്ന് പോവാട്ടോ. ബെൽജിയം ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് ആയിരുന്നു നമ്മുടെ. അല്ല, ഇന്നലെ വന്നെങ്കിലും നമ്മൾ ഇന്ന് രാവിലെ തൊട്ടാണ് ബെൽജിയത്തിൽ കാണാൻ ഇറങ്ങിയത്. ഇനിയും സ്പോട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ അത്ര നമ്മൾ പോകുന്നില്ല.
നമ്മൾ ബ്രുസൽസ് ഫുൾ കവർ ചെയ്തില്ല. ബ്രുഗസ് പകുതിയും കണ്ടു, ബ്രുസൽസ് മെയിൻ സിറ്റി ഒന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാം. 370 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വൈകിട്ടൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിലെത്തുമായിരിക്കില്ല. ഇല്ല, നമ്മളിനി ഫുഡ് കഴിക്കും. നമ്മളിനി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. ഫുഡ് കഴിച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ബൈ.